മോക്ക് ടെൻഷൻ ഉണ്ടോ? ഫസ്റ്റ് ഡേ ആവുമ്പോ എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാ. എന്തിനാ പേടിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോള് പ്രിൻസിപ്പലിനെ കണ്ടാൽ മതി. അദ്ദേഹം എല്ലാം നോക്കിക്കോളും. അദ്ദേഹത്തിന്റെ സെൽ നമ്പർ കൂടി കൊടുത്തിട്ടില്ലേ? കോളേജിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ നന്നായി പാടുമെന്ന് തന്നെ പറഞ്ഞേക്കണേ. പാടാൻ ആരെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിൽ അസലായിട്ടങ്ങ് പാടിയേക്ക്. ഇവിടെയില്ല, കോളേജില്. എന്തിനാ ഇവരെയും കൂടി കൊണ്ടുവന്നത്? ഏതോ കല്യാണത്തിന് പോന്ന പോലെ. അല്ലെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കരുതോ? ആകെ ടെൻഷൻ അടിച്ച് ഞാൻ വട്ടായിട്ടിരിക്കാം. ഞാൻ നന്നായിട്ട് പാടുന്നൊക്കെ പ്രിൻസിപ്പലിനോട് എന്തിനാ പറയാൻ പോയത്? ഓർത്തിട്ട് പേടിയാവുക. ഈ റോഡിലൂടെ ഇപ്പൊ തന്നെ 147 കാർസ് പോയി. അതും സിംഗിൾ ഡ്രൈവേഴ്സ് കാർ. അതായത് 300 ലിറ്റർ പെട്രോൾ പെർ അവർ. സപ്പോസ് ഇവർ ബസ്സിലോ ഓട്ടോയിലോ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ലാഭിക്കാവുന്നത് 10 crores ഓഫ് പെട്രോൾ പെർ ഇയർ. അതായത് നാളെ മുതൽ നീ ബസ്സിൽ പോയിക്കൊള്ളാമെന്നല്ലേ? ഡാഡ്, ഇത് എന്റെ കാര്യമല്ല, ജസ്റ്റ് ജനറലി. ഡാഡ് റൈറ്റ് സ്ട്രൈറ്റ് ആണെന്ന് തോന്നുന്നു. ആരോടെങ്കിലും ചോദിക്കാം. എക്സ്ക്യൂസ് മീ. CBIT. താങ്ക്സ്. Oh my God. Sorry, very sorry. അല്ല, എന്തിനാ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നേ? അടുത്ത ബസ്സിൽ പോവാലോ. കോളേജിലെത്താൻ ലേറ്റ് ആവും, അതുകൊണ്ടാണ്. ഓ, ഇതെന്റെ ബ്രദറാ. ഹലോ. ഹായ്. ശങ്കർ. പ്രവീൺ. സംഗീത. ഹായ്. ശങ്കർ. ഏത് കോളേജിലാ? CBIT. ഞങ്ങൾ ഇവിടെ തന്നെയാ. ഏത് ബ്രാഞ്ച്? മെക്കാനിക്കൽ. എന്നാ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ട്രാൻസ്ഫർ ആകണമെന്നാ. എന്താ? കമ്പ്യൂട്ടർ സയൻസിലേക്ക് ട്രാൻസ്ഫർ ആവണമെന്നാ. കമ്പ്യൂട്ടർ സയൻസിലോ? കോമ്പറ്റീഷൻ ഭ്രാന്ത് പിടിക്കും. ഫസ്റ്റ് ഇയറിലെ ടോപ്പിലേക്ക് പോകാതെ ലൈറ്റ് ആയിട്ട് എടുക്ക്. എന്താ മനസ്സിലായില്ലേ? വലിയ റിസ്ക് അത്. വാ കേറിക്കോ. കം, ലെറ്റ്സ് ഗോ. അപ്പോ ഡാഡി പോയി ഫീസ് എടുത്തിട്ട് മോൾ ഇവിടെ വെയിറ്റ് ചെയ്യേ. ശരി ഡാഡി. എടാ, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നന്നായി പഠിക്കണം. നിന്റെ അച്ഛന്റെ പേര് നിലനിർത്തണം. മനസ്സിലായില്ലേ? ആ ശരി ശരി. വായി നോക്കി നടക്കരുതെന്ന്. അമ്മോ. ഇത് വെച്ചോ. ഈ പെൺകുട്ടി നിന്റെ ക്ലാസ്സിൽ തന്നെയാ. ആഹാ, പെൺകുട്ടിയാ? എന്നിട്ടെന്താ ആൺകുട്ടിയെ പോലെ വേഷമിട്ടിരിക്കുന്നത്? അമ്മയുടെ മോനും പെൺകുട്ടികളുടെ വേഷത്തിലല്ലേ നടക്കുന്നത്? അത് തന്നെയാ മറുപടി. മോള് പറഞ്ഞതാ ശരി. ശരിക്കും പെൺകുട്ടികളായാൽ ഇങ്ങനെയാ വേണ്ടത്. കറക്റ്റ് കാര്യമാ പറഞ്ഞേ. വേഷത്തിലല്ലല്ലോ, ബുദ്ധിയിലല്ലേ കാര്യം. ഇവനും അങ്ങനെയാ. പറഞ്ഞു വഷളാക്കണ്ട. അത് പഠിത്തത്തിൽ കണ്ടാ മതി. പഠിത്തത്തിന് കാണാതിരിക്കാൻ എന്താ? ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയ സീറ്റല്ലേ? അതുപോട്ടെ, നിങ്ങൾ എത്ര കൊടുത്തു? ഹായ്, രാജേഷ്. രാജു. അപർണ. അപ്പു. എന്താ ധോണി ഹെയർ സ്റ്റൈലാ? എങ്ങനെയുണ്ട്? 8 മാസമായിട്ട് വളർത്തുന്ന കോളേജിൽ ചെത്താൻ വേണ്ടി. വരട്ടെ ആന്റി. ശരി മോളെ. ബൈ. ബൈ. ഡാഡി എന്നാ പോയിട്ട് വരട്ടെ നമ്മളെ. സമയത്തിന് വല്ലതും കഴിക്കണേ. കഴിക്കാം. ടേക്ക് കെയർ. ഭഗവാനെ, മെക്കാനിക്കൽ എടുത്താ ഇത്തിരി എളുപ്പമാണെന്ന് വിചാരിച്ചിട്ടാ കളേഴ്സ് കുറവായ സെക്ഷൻ ആയിട്ടും ഞാൻ ഈ റിസ്ക് എടുത്തത്. സോ പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തന്നാൽ അതിന്റെ ഇടയിൽ ലൈഫിൽ കുറച്ച് എന്റർടൈൻമെന്റ് കൂടി കണ്ടെത്തായിരുന്നേ. അതായത് ഞാൻ പറയാതെ തന്നെ എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണല്ലോ. എല്ലാം നീയായിട്ട് തന്നെ അങ്ങ് ചെയ്തു തന്നേക്കണേ. കരയാണോ? വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിക്ക? എന്തിനായി ടെൻഷൻ? 2 ദിവസം കഴിയുമ്പോ എല്ലാം ശരിയാവും. ഐ എം ഹരിത, 3rd year EC. അപർണ. ബാത്റൂം ലെഫ്റ്റ് റൈറ്റ് കോമൺ. കോമണാ? ആ, അതിനെന്താ, നമ്മൾ ഗേൾസ് മാത്രമല്ലേ ഉള്ളൂ. ഈ ഫ്ലോറിൽ തന്നെയാ. വാടാ നോക്കാം. എക്സ്ക്യൂസ് മീ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇവനാരടാ? ഡേയ് ഡേയ്, ഇവിടെ വാടാ. ആ, ഇവനാരാ?
എന്റെ ഡ്രൈവർ. നീ ആ സാധനങ്ങളൊക്കെ കൊടുത്തേ. ദാ ഈ ബക്കറ്റോടെ പിടി. കൊടുത്തിട്ട് പോടാ. പോടാ പോടാ പോടാ. ആ പോ പോടാ. വെൽക്കം സ്റ്റുഡൻസ്, വെൽക്കം യു ഓൾ. എല്ലാ വർഷവും ഇതേ ദിവസം നമ്മുടെ കോളേജിന്റെ ഒരു ഉത്സവം പോലെയാണ്. റിയലി ഇറ്റ്സ് ലൈക്ക് എ ഫെസ്റ്റിവൽ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാവി, നിങ്ങൾ കൈവരിക്കുന്ന നേട്ടങ്ങൾ, അതുപോലെ തന്നെ കോട്ടങ്ങൾ, അങ്ങനെ എല്ലാത്തിനും ദിസ് ഇസ് ദ ബിഗിനിങ്. നിങ്ങൾ കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങൾ നമ്മുടെ ചന്ദ്രശേഖർ, ചന്തു, മെക്കാനിക്കൽ, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡിസൈൻ സർവീസസിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ പോലും ഇന്ന് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം അവർ എഞ്ചിനീയേഴ്സ്. യു ആർ അവർ പ്രൈഡ്. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നിങ്ങൾ എല്ലാവരും ആ ഒരു ലെവലിൽ ചിന്തിച്ചു തുടങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നന്നായിട്ട് പഠിക്കുക. എന്തിനാ ഇത്ര ടെൻഷൻ? ഹാപ്പി ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഞാൻ പാട്ട് പാടണമെന്ന് ഈ സ്റ്റേജിൽ ഈ സ്പീച്ച് കഴിഞ്ഞിട്ട് പരസ്പരം തമ്മിൽ തല്ലാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതാരായാലും ഞാൻ കോളേജിൽ നിന്നും അവരെ സസ്പെൻഡ് ചെയ്യും. ഇത് വെറും ഒരു ലെക്ചർ അടിയാണെന്ന് കരുതുന്നത്. ആക്ച്വലി ഈ സ്പീച്ചിന് ശേഷം ഒരു പ്രോഗ്രാമും ഇല്ല. ക്യാമ്പസ് ചുറ്റി കാണാം. ഞാൻ പറഞ്ഞ ഓരോ വസ്തു ആ ലെക്ചർ തന്നെയാ പറഞ്ഞേ. ഡിലേ ആയത്രേ. I conclude this speech. As principal of this college, I welcome you once again. Thank you. ഇത് കഴിയട്ടെ. Now we shall have a prayer song by Miss Madhu. Okay, best of luck, She is Madhu. a Bye. first year mechanical student.